അനസ്തീസിയ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് അനസ്തീസിയോളജിസ്റ്റ് ഡോക്ടർ സനീഷ് PJ സംസാരിക്കുന്നു. നമുക്ക് ഒരു ട്രൂ സ്റ്റോറി അഥവാ യഥാർത്ഥ സംഭവ കഥയിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. കേന്ദ്ര കഥാപാത്രത്തെ നമുക്ക് തൽക്കാലം മുരളി എന്ന് വിളിക്കാം. മുരളി ഒരു മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അടുത്തിടെ അയാളുടെ സുഹൃത്തുക്കളും വീട്ടുകാരും എല്ലാം പറയുന്നത് മുരളി വളരെയേറെ ക്ഷീണിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടു. മുരളിക്ക് അനീമിയ അഥവാ വിളർച്ച ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. തുടർന്നുള്ള പരിശോധനയിൽ മുരളിയുടെ വയറിനകത്ത് ഒരു മുഴ അഥവാ ട്യൂമർ ഉണ്ടെന്നും അത് ക്യാൻസർ ആകാൻ സാധ്യതയുള്ളതിനാൽ അത്യാവശ്യമായി ഒരു സർജറി അഥവാ ഓപ്പറേഷൻ വേണമെന്നും കണ്ടെത്തി. ഒരു സാധാരണക്കാരൻ്റെ ജീവിതവും ചിന്തകളും ഏതാനും ദിവസങ്ങൾ കൊണ്ട് കീഴ്മേൽ മറിയുന്നത് ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. ഓപ്പറേഷനോ? എനിക്കോ? അതും എൻ്റെ വയറ് കീറിമുറിച്ചുകൊണ്ട്? ഇതല്ലാതെ മറ്റെന്തെങ്കിലും? മുരളിയല്ല, ആരാണെങ്കിലും ഇത്തരത്തിൽ ചിന്തിക്കും അല്ലേ? ആർക്കാണ് സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന ചികിത്സ, അത് തൻ്റെ ജീവൻ നിലനിർത്താനാണെങ്കിൽ പോലും സന്തോഷത്തോടെ സ്വീകരിക്കാനാവുക? പക്ഷെ പലപ്പോഴും അത് ഒരു അത്യാവശ്യ ചികിത്സ ആണെന്ന് വരും. ആ ഘട്ടത്തിൽ മുരളിയെ കണ്ട ഒരു ഡോക്ടർ അയാളുടെ എല്ലാ വിവരങ്ങളും സമാധാനത്തോടെ ചോദിച്ചറിഞ്ഞു. പുകവലി, മദ്യപാനം, അലർജി, മറ്റ് മരുന്നുകൾ, മുൻ ശസ്ത്രക്രിയ അനുഭവങ്ങൾ. ആ ഡോക്ടർ മുരളിയോട് പറഞ്ഞു, നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്നത് മുതൽ ഞങ്ങളുടെ സംരക്ഷണത്തിലായിരിക്കും. ഏതാനും ഇഞ്ചക്ഷൻസ് എടുക്കുന്നതോടുകൂടി നിങ്ങൾ വളരെ ശാന്തമായ പ്രസന്നമായ ഉറക്കത്തിലേക്ക് പോകും. ഒരു പക്ഷേ അത്രയും സുന്ദരമായി നിങ്ങൾ ഉറങ്ങിയിട്ടേ ഉണ്ടാകില്ല. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുരളി ഇത്രയേറെ ആകുലപ്പെട്ടിരുന്ന ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കും. ഈ നേരം അത്രയും നിങ്ങളുടെ ഓരോ ഹൃദയമിടിപ്പും ശ്വാസവും മറ്റു കാര്യങ്ങളും നോക്കി അവധാനതയോടെ ഞങ്ങൾ കൂടെ ഉണ്ടാകും. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമെന്ന് താൻ കരുതിയ അവസ്ഥയിൽ തന്നെ കൈപിടിച്ച് നടത്തുമെന്നും ആ കരങ്ങളിൽ താൻ പരമാവധി സുരക്ഷിതനായിരിക്കുമെന്നും ഉറപ്പു നൽകിയ ആ ഡോക്ടർ അനസ്തീസിയ ഡോക്ടർ ആണെന്ന് മുരളി തിരിച്ചറിയുന്നു. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് മുരളി ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലാണ്. അയാൾ ഓപ്പറേഷൻ തിയേറ്ററിൽ തനിക്ക് എന്ത് സംഭവിച്ചതെന്ന് കൃത്യമായി ഓർക്കുന്നതേയില്ല. പക്ഷെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്: ആ ദിവസം താൻ അനുഭവിച്ച സുരക്ഷിതത്വവും സമാധാനവും. അനാവശ്യമായ ആകുലതകൾ അസ്ഥാനത്താണെന്ന് ബോധ്യപ്പെട്ട ദിവസങ്ങൾ. അതെ, വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി അത്രയ്ക്കേറെ സർജറി അഥവാ ഓപ്പറേഷൻ എന്ന ചികിത്സാ രീതിയെ മാറ്റിക്കഴിഞ്ഞു. ഈ അനുഭവ സാക്ഷ്യമാണ് അനസ്തീസിയെക്കുറിച്ച് ആദ്യം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വയ്ക്കാനുള്ളത്. അനസ്തീസിയ ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ തമാശ രൂപേണയെങ്കിലും ഞങ്ങളുടെ തിയേറ്ററിൽ നിന്ന് പോകുന്ന രോഗികളോട്, അത് മുതിർന്നവരായാലും കുട്ടികളായാലും, അനസ്തീസിയ അവർക്കെങ്ങനെ അനുഭവവേദ്യമായി എന്നുള്ളത് അവരുടെ വീട്ടുകാരോടും കൂട്ടുകാരോടും സംസാരിക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. നാളെ ഒരു പക്ഷേ അവരിൽ ഒരാൾക്ക് ഓപ്പറേഷൻ അഥവാ സർജറി വേണ്ടി വന്നാൽ അവർ അനാവശ്യമായി ആശങ്കപ്പെടാതെ അതിനായിട്ട് ഒരുങ്ങാമല്ലോ. ജീവിതത്തിലെ ഓരോ ദിവസവും ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് നല്ല സന്ദേശങ്ങൾ പങ്കുവയ്ക്കാം. കഴിഞ്ഞ ഒരു 10-30 വർഷം നമ്മുടെ ശാസ്ത്രവും ടെക്നോളജിയും എത്രമേൽ പുരോഗമിച്ചുവോ അതിനൊപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ വിഭാഗമാണ് അനസ്തീസിയ. അത് മരുന്നുകളുടെ കാര്യത്തിലും ടെക്നോളജിക്കൊപ്പം വളർന്ന എക്യുപ്മെൻസിലും ടെക്നിക്കിലും വന്ന ഹൃദയമിടിപ്പിൻ്റെയും സർക്കുലേഷൻ അഥവാ രക്തചംക്രമണത്തിൻ്റെ പോലും സൂക്ഷ്മാംശങ്ങളിൽ എത്തിച്ചേരുന്ന ശാസ്ത്ര പുരോഗതിയാണ് ഇന്നത്തെ അനസ്തീസിയോളജിയുടെ മുഖമുദ്ര. ഒന്ന് ഓർത്തു നോക്കൂ, രോഗി ഉണർന്നിരിക്കെ തന്നെ ഒരുപക്ഷെ സ്വന്തം മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ ഹൃദയത്തിൻ്റെയോ ബ്രെയിൻ അഥവാ തലച്ചോറിലെ ശസ്ത്രക്രിയയോ ചെയ്യാവുന്ന തരത്തിൽ മെഡിക്കൽ സയൻസ് വളർന്നിരിക്കുന്നു. ഇന്ന് അനസ്തീസിയോളജി എന്നത് ശസ്ത്രക്രിയയ്ക്കായി ബോധം കെടുത്തൽ മാത്രമല്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി സർജറി അഥവാ ഓപ്പറേഷന് മാത്രമാണോ അനസ്തീസിയയിലെ ചികിത്സാ രീതികൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ഓരോരുത്തരും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ഏതാനും വിശദാംശങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്ര പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? എനിക്കറിയാം, നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഒരു പക്ഷേ മനുഷ്യൻ്റെ വേദന അഥവാ പെയിനിൽ നിന്നും വിമുക്തി നൽകുന്ന കാര്യങ്ങൾ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിലീഫ് ഫ്രം പെയിൻ അല്ലേ ഏറ്റവും അത്യന്താപേക്ഷിതം. അഭിപ്രായ വ്യത്യാസമുള്ളവർ ഈയിടെ തനിക്ക് സ്വയം തലവേദന വന്നപ്പോൾ, അല്ലെങ്കിൽ നടുവേദനയോ പല്ലുവേദനയോ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു മുറിവിൻ്റെ വേദന അനുഭവപ്പെട്ടപ്പോൾ, എല്ലിനൊടിവ് സംഭവിച്ചപ്പോൾ, ആ സമയത്ത് വേദനയിൽ നിന്നുള്ള മുക്തിക്ക് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ അതിന് പകരമാകുമോ എന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഉത്തരം ഇപ്പോൾ വ്യക്തമാണെന്ന് കരുതുന്നു.
1846 ഒക്ടോബർ 16 WTG മോർട്ടൺ വേദനയില്ലാതെ ശസ്ത്രക്രിയ ചെയ്യാൻ ഈതർ ഉപകാരപ്പെടും എന്ന് തെളിയിച്ചതിന് ശേഷം ഇങ്ങോട്ടുണ്ടായ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വളരെ അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പ്രസവ വേദന എന്നത് ദൈവദത്തമാണ് എന്നും മറ്റും ഇന്നും ഒട്ടേറെ പേർ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1853 ക്വീൻ വിക്ടോറിയയുടെ 8ാമത്തെ പ്രസവത്തിന് ജോൺ സ്നോ ക്ലോറോഫോം നൽകിയതായും അതേക്കുറിച്ച് രാജ്ഞി തന്നെ അത് ഏറ്റവും സന്തോഷകരമായ അനുഭവമായിരുന്നു എന്ന് പറഞ്ഞതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നോക്കൂ, അതിനുശേഷം എത്രയെത്ര വർഷങ്ങൾ കഴിഞ്ഞു. വൈദ്യശാസ്ത്രവും സയൻസും ഒക്കെ ഏറെ മുന്നോട്ട് കുതിച്ചു. സ്ത്രീ സമത്വവും ശാക്തീകരണവും ഒക്കെ ഘോരം ചർച്ച ചെയ്തു. എന്നിട്ടും വേദനരഹിത പ്രസവം നമ്മുടെ നാട്ടിൽ പോലും എത്ര പേർ കേട്ടിട്ടുണ്ട്, എത്ര പേർ ആ സേവനം ഉപയോഗിക്കുന്നുണ്ട്? പ്രസവം വേദനരഹിതമാക്കുമ്പോൾ അമ്മയ്ക്ക് മാത്രമാണോ പ്രയോജനം? ഒരു കുഞ്ഞിൻ്റെ ആദ്യ ശ്വാസം, ആദ്യ കരച്ചിൽ, കുഞ്ഞിൻ്റെ ശ്വാസകോശം ഒരു ബലൂൺ എന്ന പോലെ വിടരുന്ന ആ മാന്ത്രിക മുഹൂർത്തത്തിലേക്കുള്ള തയ്യാറെടുപ്പിന് വേദനരഹിത പ്രസവം വളരെയേറെ സഹായിക്കുന്നു. ഇന്ന് പ്രസവിക്കാൻ തയ്യാറെടുക്കുന്ന അമ്മമാർ തന്നെത്താൻ മരുന്ന് നൽകുന്ന ഉപകരണം, ഒരു റിമോട്ട് എന്ന പോലെ ഉപയോഗിക്കുന്ന രീതികൾ വരെയുണ്ട്. ഒരു സ്ത്രീ അമ്മയാകുന്ന നിമിഷത്തിൻ്റെ ആത്മവിശ്വാസം ഉറപ്പായും ഇത്തരം ഉപാധികൾ വർദ്ധിപ്പിക്കില്ലേ? പെയിൻ മെഡിസിൻ അഥവാ വേദനാ ചികിത്സ ഇന്ന് വളരെ പുരോഗമിക്കുകയാണ്. ക്യാൻസർ പെയിനും പാലിയേറ്റീവ് കെയറും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വലിയ സ്വീകാര്യതയാണ് നേടിയത്. ഇത് കൂടാതെ പല സന്ധിവേദനകളും നടുവേദനയും ക്രോണിക് പെയിൻ എന്നറിയപ്പെടുന്ന വിവിധ തരം വേദനകളും ഇന്ന് മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയ്ക്ക് പുറമെ ഒട്ടേറെ അനസ്തീസിയ ഉപയോഗിക്കുന്ന ചികിത്സാ വിധികൾ പ്രയോജനപ്പെടുത്തുന്നു. വേദനാരഹിതമാക്കുകയോ വേദന നിയന്ത്രിക്കുകയോ മാത്രമല്ല, ആ രോഗികളുടെ പുനരധിവാസം തന്നെ ഇത്തരം ക്ലിനിക്കുകളിൽ ലഭ്യമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, വേദനയെ കീഴടക്കുന്നതിനേക്കാൾ മഹത്തരമായി മറ്റൊന്നുമില്ല. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ശ്രോതാക്കളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എന്താണ് ഈ വേദന? വേദന എനിക്കറിയാം, നിങ്ങളുടെ മനസ്സിൽ 1000 ഉദാഹരണങ്ങൾ മിന്നിമായുന്നുണ്ടാവും. പക്ഷേ വേദന എന്താണെന്ന് പറയാൻ ശ്രമിക്കാമോ? അൺപ്ലസൻറ്റ് ഇമോഷണൽ ആൻഡ് സെൻസറി പെർസെപ്ഷൻ ഓഫ് എ നോക്ഷ്യസ് സ്റ്റിമുലസ് എന്നാണ് വേദന അഥവാ പെയിൻ്റെ നിർവചനം. അതിന് സംവേദനമെന്നും വൈകാരികമെന്നും ഒക്കെ പറയുന്ന തലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അനസ്തീസിയ ഡോക്ടർ വേദനയുടെ വിവിധ മാനങ്ങളെ ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. ഒരു ചെറിയ കുട്ടിക്ക് എൻഡോസ്കോപ്പി പരിശോധനയോ തീരെ വേദനാരഹിതം എന്ന് നമ്മൾ കരുതുന്ന MRI സ്കാനോ ഒക്കെ എടുക്കണം എന്നിരിക്കട്ടെ. തൻ്റെ അച്ഛനമ്മമാരിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ തന്നെ കുട്ടികൾ അസ്വസ്ഥരാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ലൊരു അനസ്തീസിയോളജിസ്റ്റിൻ്റെ സേവനം ഇത്തരം സന്ദർഭങ്ങളിൽ വളരെയേറെ സഹായകമായിരിക്കും. കുട്ടികൾ ആശുപത്രി കാണുമ്പോൾ തന്നെ ഭയക്കുന്നത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് എത്ര ആശ്വാസകരമാണ്. പീഡിയാട്രിക് അനസ്തീസിയ അഥവാ കുട്ടികൾക്കുള്ള അനസ്തീസിയ സേവനങ്ങൾ ഡോക്ടർക്ക് വളരെ ശ്രമകരമാണെങ്കിലും കളിപ്പാട്ടങ്ങളും ബലൂണുകളും ഒക്കെയായി കുട്ടികളോടൊത്ത് കളിക്കാനും ഒരു കുട്ടിക്കളിയിലൂടെ എന്ന പോലെ കുട്ടികളെ ഓപ്പറേഷന് വേണ്ടിയോ മറ്റോ അനസ്തീസിയ നൽകാനും പ്രാപ്തരായ അനസ്തീസിയ ഡോക്ടർമാർ ആ മാതാപിതാക്കൾക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറും. അതുപോലെ തന്നെ ഹൃദയ സംബന്ധിയായി അല്ലെങ്കിൽ ന്യൂറോ സർജറി, അവയവ മാറ്റിവെക്കൽ തുടങ്ങിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തീസിയയ്ക്ക് വിധേയമാകുന്നവരുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് അഥവാ ശസ്ത്രക്രിയ അനന്തര ചികിത്സയുടെ നേതൃത്വം വഹിക്കുന്നതും അനസ്തീസിയ ഡോക്ടർമാരാണ്. തങ്ങൾ ഏറ്റവും ഭയപ്പാടോടെ കണ്ടിരുന്ന ദിനങ്ങൾ അപ്രതീക്ഷിതമായി ഏറ്റവും സൗഹാർദ്ദപരമായി മാറിയതിൻ്റെ അത്ഭുതവും കൃതജ്ഞതയും ബഹുഭൂരിപക്ഷം രോഗികളിലും കാണാറുമുണ്ട്. വൈദ്യശാസ്ത്രപരമായ കൃത്യതയും സൂക്ഷ്മതയും എല്ലാം പാലിക്കുമ്പോഴും രോഗിക്ക് നല്ല ആത്മവിശ്വാസം പകരുക എന്നതിന് പ്രത്യേക പ്രാധാന്യം തന്നെ അനസ്തീസിയക്കാർ കൊടുക്കാറുണ്ട്. ആപത്ഘട്ടങ്ങളിൽ ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അതുകൊണ്ട് തന്നെ അനസ്തീസിയ സേവനം ലഭിക്കുന്ന ഒട്ടുമിക്കവാറും രോഗികൾ ആ ആശ്വാസവും സൗഹൃദവും എപ്പോഴും ഓർത്തു വയ്ക്കാറുമുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി ജാഗ്രതയോടെ കർത്തവ്യനിരതരായിരിക്കുന്ന ഡോക്ടർമാരാണ് അനസ്തീസിയ ഡോക്ടർമാർ. ഇനി ഒരു തവണ ഞങ്ങളുടെ സേവനം ആവശ്യം വരുന്ന സമയത്ത് ഓർക്കുക, നിങ്ങൾ കടന്നെത്തുന്നത് ഒരു സുരക്ഷിത സൗഹൃദ വലയത്തിലേക്കാണ്. അനസ്തീസിയ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അനസ്തീസിയോളജിസ്റ്റ് ഡോക്ടർ സനീഷ് PJ.